അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, തുടർ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു പ്രധാനമന്ത്രി കേരളത്തിൽ. ബാലികേറാ മലയാണ് കേരളം എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള പേടിയാണോ? ദക്ഷിണേന്ത്യ അത്ര എളുപ്പമൊന്നും കയ്യിൽ വരില്ല, ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ടൊന്നും വരില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണോ ഈ സന്ദർശനങ്ങൾ? കേരളം ബാലികേറാ മലയാണെന്ന് പ്രധാനമന്ത്രിക്ക് തോന്നുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് കേരളത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹം ഈ കേരളത്തിൽ വരും. അദ്ദേഹം നിരന്തരം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, അതിനു മുമ്പും വന്നു. നമ്മൾ പല പ്രാവശ്യം കണ്ടു. ഓരോ പ്രാവശ്യം വരുമ്പോഴും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ കേരളത്തിന് ശ്രീ സമ്പത്തിരുന്ന് കേന്ദ്ര ഭരണത്തെ പറയുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും കേരളത്തിന് നിറയെ വിഷുക്കൈ നീട്ടവും അല്ലെ ഓണസമ്മാനവും ഒക്കെ ആയിട്ട് വരുന്ന പ്രധാനമന്ത്രിയെ കേരളം കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അദ്ദേഹം ഇപ്പോഴൊന്നും ഇത് ഭയന്നിട്ടൊന്നും ഇങ്ങോട്ട് വരുന്ന ആളല്ല. ഇവിടെ അദ്ദേഹം നിരന്തരം വരാറുണ്ട്, ഇവിടെ സമ്മാനങ്ങൾ നൽകാറുണ്ട്, ഈ കേരളത്തെ താങ്ങി നിർത്തുന്നുമുണ്ട്. ശ്രീ സമ്പത്ത് അങ്ങ് എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ ഇനി ഈ കേരളത്തിന്റെ മുന്നിൽ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനതയ്ക്ക് ഇന്ന് പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രാവശ്യവും വലിയ ഇന്റർവെൽ ഒന്നുമില്ലാതെ, ഇടവേളകളൊന്നുമില്ലാതെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ജനസഞ്ചയം ഈ കേരളത്തിൽ ഒത്തുകൂടുന്നത് ആ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചിട്ടാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഈ ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നത്. മോദിജി എവിടെ വരുന്നോ അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. അതൊരു പ്രത്യേകതയാണ് കേരളത്തിന്റെ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് അപർണ, എനിക്ക് സമയം തരണം, പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നു പത്മജ വേണുഗോപാൽ വന്നതുകൊണ്ട് അവർക്ക് വേണ്ടാത്ത ഒരാളായിരുന്നു, അവർ ചവറ്റുകൊട്ടയിൽ ഇട്ട ആളാണ്. അതുപോലെ തമ്പാനൂർ സതീഷ് അവർ ചവറ്റുകൊട്ടയിൽ കളഞ്ഞതാണ്, പത്മിനി തോമസ് അവർ ചവറ്റുകൊട്ടയിൽ കളഞ്ഞതാണ്. ഇങ്ങനെ പലരെയും ആന്റണിയുടെ മകൻ, ശ്രീ ആന്റണിയുടെ മകൻ അവർ ഉപേക്ഷിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഫെബ്രുവരി 26, 2023 നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തില് ദേശീയ സെക്രട്ടറി അജയ് കപൂറിന്റെ നേതൃത്വത്തില് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അജയ് കപൂറിന്റെ നേതൃത്വത്തില് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്ന ആളുകളെ തടയാൻ വേണ്ടി നിങ്ങൾ ഒരു 5-അംഗ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അജയ് കപൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഇന്നലെ അദ്ദേഹം എവിടെ എത്തി? ആളുകളെ തടഞ്ഞ് അദ്ദേഹം ഇന്ന് BJP-യിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. ഇതാണ് മിസ്റ്റർ നിങ്ങളുടെ കോൺഗ്രസ്. കോൺഗ്രസിന് പറ്റിയത് എന്താ? നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അണികൾക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ കൊടുക്കാൻ എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. സ്ത്രീകളെ എവിടെ നിർത്തണം, അല്ലെ അവരെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ല. ഇന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ എന്താണ് പത്തനംതിട്ടയിൽ പറഞ്ഞത്? BJP-യുടെ വേദിയിൽ, NDA-യുടെ വേദിയിൽ അവർ പറയുന്നു, നിങ്ങൾ എവിടെയാണ് സ്ത്രീകളെ ഇരുത്തിയിരുന്നത്? വേറെ പല വിവാദങ്ങളും കേട്ടല്ലോ. ദീപ്തി മേരി വർഗീസ് ശ്രീമാൻ സമ്പത്തിന്റെ പാർട്ടിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയെന്ന് കേട്ടല്ലോ. ഇതുപോലെ പല സ്ത്രീകളും, ഷമാ മുഹമ്മദിനെ നിങ്ങളുടെ നേതാവ് എങ്ങനെയാ അപമാനിച്ചത്? അപ്പൊ കോൺഗ്രസിൽ ഒരു സ്ത്രീക്ക് മാത്രമല്ല, സാധാരണ നേതാക്കന്മാർക്കാർക്കും, കാരണം നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാർ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരുടെ ബയോളജിക്കൽ ഫാദറിനെയും പൊളിറ്റിക്കൽ ഫാദറിനെയും തപ്പിക്കൊണ്ടിരിക്കുക. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ NDA-യുടെ സ്ഥാനാർത്ഥിയായി അഭിമാനപൂർവ്വം പ്രചരണം നടത്തുന്നു. നിങ്ങളുടെ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്നു. KC വേണുഗോപാലിനെ തോൽപ്പിക്കാനുള്ള പ്രചരണം നടത്തുന്നു. അതുകൊണ്ടല്ല ഞാൻ പറയട്ടെ, നിങ്ങളുടെ നേതാക്കന്മാര് കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാരുടെയും ബയോളജിക്കൽ ഫാദറിനെയും പൊളിറ്റിക്കൽ ഫാദറിനെയും ഒക്കെ അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് അഭിമാനമുള്ള ആരും നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. അവർ ആ പാർട്ടി ഇട്ടിട്ട് പോകും, BJP-യിലേക്ക് വരും. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് ക്ഷീണമുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിൽക്കുന്നില്ലേ? ആ രീതിയിലുള്ള ആവേശമില്ലേ പ്രചാരണ രംഗത്ത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വസന്ത്